ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരുടെയും ജീവിതം അവിടുന്ന് ഒപ്പിയെടുത്തിട്ട് ഇന്ന് നമ്മൾക്ക് ജീവിതം അവിടുന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന മഹാന്മാരാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ്. എന്തൊരു വിനയത്തിന്റെ ഉടമയാ! തർക്കരിപ്പൂർ ഭാഗത്ത് മുനവ്വിറുൽ ഇസ്ലാം എന്ന് അറിയപ്പെടുന്ന കോളേജ്, മുനവ്വിറുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന കോളേജിന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്, പ്രത്യേകമായ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഉസ്താദിനെ ക്ഷണിക്കപ്പെട്ടു. ഉസ്താദ് വന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാനും താമസ സൗകര്യത്തിനും വേണ്ടിയിട്ട് വലിയൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് ആ വീട്ടിലെത്തിയപ്പോ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് കൂടെയുണ്ടായിരുന്ന മാണിയൂർ ഉസ്താദ് എന്ന് പറയുന്ന വലിയ പണ്ഡിതനാ. ആ ഉസ്താദ് പ്രത്യേകമായ റൂമിലേക്ക് ചെറുശ്ശേരി ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ താമസിച്ചോളൂ, ഉസ്താദ് ഇവിടെ വിശ്രമിച്ചോളൂ. രാവിലെയാണല്ലോ ഇനി പോകേണ്ടത്, ട്രെയിനിലല്ലേ യാത്ര, അതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ പോയാ മതിയല്ലോ. ഇവിടെ അതുവരെ വിശ്രമിക്കാനുള്ള എല്ലാവിധ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായ മുറിയിലേക്ക് അങ്ങ് കൊണ്ടുപോയപ്പോ, ആ മുറിയിലങ്ങ് എത്തിയപ്പോ ഉസ്താദ് മുറിയുടെ ഭാഗം മുഴുവനും നോക്കുകയാ. എയർ കണ്ടീഷൻ ചെയ്ത റൂമാണ്, നല്ല മിനുസമുള്ള ബെഡിട്ട റൂമാണ്, വിശാലമായിട്ട് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളുമുള്ള നല്ലൊരു മണിയറ പോലത്തൊരു വീടാണ് റൂമാ. ഉസ്താദ് മാണിയൂർ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞത്രേ, അല്ല മാണിയൂരെ, നമ്മൾക്ക് ഈ വീട്ടിൽ തന്നെ രാവിലെ വരെ കിടക്കണമെന്നുണ്ടോ? പള്ളിയിൽ എവിടെയെങ്കിലും ചെറിയൊരു റൂം ഉണ്ടാകുമോ? ഉസ്താദ് പറഞ്ഞത്രേ, ചെറിയൊരു ഏണിക്കൂട് പോലത്തൊരു റൂമുണ്ട് ഉസ്താദേ, ചെറിയൊരു റൂമാ, ഖബർ പോലത്തൊരു റൂമാ. അവിടെ പോയിട്ട് എങ്ങനെയാ ഉസ്താദ് കടക്കുക? കാരണം എന്തേ? കോടിക്കണക്കിന് അനുയായികളുള്ള, നൂറുകണക്കിന് ശിഷ്യന്മാരുള്ള വലിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണല്ലോ ഉസ്താദെ. എങ്ങനെയാ അവിടെ കിടക്കുക? അതൊന്നും കുഴപ്പമില്ല മാണിയോരെ, നമ്മൾക്ക് ഈ റൂമിനേക്കാളും ഈ വീടിനേക്കാളും നല്ലത് നമ്മൾക്ക് പള്ളിയാ. അതുകൊണ്ട് നമുക്കിവിടെ തൽക്കാലം ഇവിടെ നിന്ന് പോകാം. മാണിയൂർ ഉസ്താദിനെ നിർബന്ധിച്ചിട്ട് കോളേജിലേക്ക് വന്നു. പള്ളിയുടെ ഒരു മൂലക്കുള്ള ചെറിയൊരു റൂമിലേക്ക് ഉസ്താദ് കടന്നു. അവിടെ നോക്കുമ്പോ ചെറിയൊരു കട്ടിലുണ്ട്, ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു കട്ടില്. ലേശം സ്ഥലവും അവിടെ ബാക്കിയുണ്ട്, നിലത്ത് ഒരിത്തിരി സ്ഥലം ബാക്കിയുണ്ട്. ഉസ്താദ് ചോദിച്ചു, ഈ ബെഡൊന്ന് മാറ്റിക്കൂടെ? അതിന്റെ അടിയിൽ ഉണ്ടായിരുന്ന പായ എടുത്തിട്ട്, ഓലപ്പായ എടുത്തിട്ട് അതേ നിലത്ത് വിരിച്ചിട്ട്, ആ കട്ടിലിന്റെ ഭാഗം മാറ്റിയിട്ട് നിലത്ത് ഓലപ്പായ വിരിച്ചിട്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവിടെ കിടന്നു. മാണിയൂർ ഉസ്താദിന് സങ്കടമായി. അല്ല ഉസ്താദെ, എവിടെയാ കിടക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ കട്ടിലിന്റെ മുകളിലെങ്കിലും കടന്നൂടെ? വേണ്ട മാണിയൂരെ, നിലത്ത് കിടക്കേണ്ടവരാണല്ലോ നമ്മള്, അതുകൊണ്ട് ഒരല്പനേരമല്ലേ നമ്മൾക്ക് ഇവിടെ വിശ്രമിക്കാനുള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ തഹജ്ജുദിനുള്ള സമയമായല്ലോ. അതുകൊണ്ട് ഒരു ചെറിയൊരു വിശ്രമത്തിന് ഈ സമയം, ഈ സ്ഥലവും, അതേ ഈ സൗകര്യവും എനിക്ക് മതിയെന്ന് പറഞ്ഞിട്ട് തലയണ പോലും വെക്കാതെ, തലയണ പോലും ഉപയോഗിക്കാതെ ഓലപ്പായയിൽ തന്റെ കൈവെള്ളയങ്ങ് തലയണയാക്കി വെച്ച്